ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി കരയറ്റുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലേക്ക് പോകാം. ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അബ്രഹാമിനെ ശപിക്കുന്നവനെ ആരാണ് ശപിക്കുന്നത് എന്നായിരുന്നു. അതിൻ്റെ ഉത്തരം യഹോവയാകുന്നു അബ്രഹാമിനെ ശപിക്കുന്നവനെ ശപിക്കുന്നത്. അടുത്ത ചോദ്യം, ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിൻ്റെ വയസ്സ് എത്രയായിരുന്നു എന്നായിരുന്നു. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിൻ്റെ വയസ്സ് 75 വയസ്സായിരുന്നു. അബ്രഹാമിന് ഏത് ദേശം കൊടുക്കാമെന്നാണ് യഹോവ പറഞ്ഞത്? കനാൻ ദേശം അബ്രഹാമിന് കൊടുക്കാമെന്നാണ് യഹോവ പറഞ്ഞത്. കനാനിൽ പാർത്തിരുന്നവർ ആരായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം. കനാന്യർ ആയിരുന്നു കനാനിൽ താമസിച്ചിരുന്നവർ. അടുത്ത ചോദ്യം, അബ്രഹാം ആദ്യമായി യാഗപീഠം പണിത സ്ഥലം. അബ്രഹാം ആദ്യമായി യാഗപീഠം പണിതത് ബേഥേലിൽ ആയിരുന്നു. അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർക്കാനുള്ള കാരണം എന്ത്? അതിൻ്റെ ഉത്തരം, ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ടായിരുന്നു അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർത്തത്. അടുത്ത ചോദ്യം, സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ആദ്യം വിളിക്കപ്പെട്ടവൾ ആര്? സാറായി ആയിരുന്നു സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ആദ്യം വിളിക്കപ്പെട്ടത്. സാറായി അതിസുന്ദരി എന്ന് കാണപ്പെട്ടവർ ആരായിരുന്നു? സാറായി അതിസുന്ദരി എന്ന് കാണപ്പെട്ടവർ മിസ്രൈമ്യർ ആയിരുന്നു. ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്ന പ്രവാചകി ആയ ഭാര്യ ആരാണ്? അതിൻ്റെ ഉത്തരം സാറായി ആയിരുന്നു ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്നത്. ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും ദണ്ഡിപ്പിച്ചതാരെ? യഹോവയായിരുന്നു ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും ദണ്ഡിപ്പിച്ചത്. മിസ്രൈമിൽ നിന്ന് അബ്രഹാം പുറപ്പെട്ടപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? സാറയും ലോത്തും. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ ബഹുസമ്പന്നനായിരുന്ന പൂർവ്വപിതാവ് ആര്? അബ്രഹാം ആയിരുന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ ബഹുസമ്പന്നനായിരുന്ന പൂർവ്വപിതാവ്. അബ്രഹാം ആദ്യം കൂടാരം ഉണ്ടാക്കിയ സ്ഥലം. ബേഥേലിനും ഹായിക്കും മധ്യയായിരുന്നു അബ്രഹാം ആദ്യം കൂടാരം ഉണ്ടാക്കിയത്. കന്നുകാലികളും വളരെ സമ്പത്തും ഉണ്ടായിരുന്നതിനാൽ ഒന്നിച്ചു പാർപ്പാൻ കഴിയാതെ വന്നവർ അബ്രഹാമും ലോത്തും ആയിരുന്നു. അടുത്ത ചോദ്യം, യഹോവയുടെ തോട്ടം പോലെ ആയിരുന്ന 2 സ്ഥലങ്ങൾ ഏവ? സോദോമും ഗൊമോറയും ആയിരുന്നു. സോദോം വരെ കൂടാരം നീക്കി അടിച്ചവൻ ആര്? ലോത്തായിരുന്നു സോദോം വരെ കൂടാരം
നീക്കി നീക്കി അടിച്ചവൻ. അബ്രഹാം പാർത്ത സ്ഥലം ഏത്? അബ്രഹാം പാർത്തത് കനാനിൽ ആയിരുന്നു. അടുത്തത്, സോദോം നിവാസികൾ എങ്ങനെയുള്ളവർ ആയിരുന്നു? സോദോം നിവാസികൾ ദുഷ്ടന്മാരും മഹാപാപികളും ആയിരുന്നു. അടുത്ത ചോദ്യം, അബ്രാം ഹെബ്രോനിൽ പാർത്തത് എവിടെ? അബ്രാം ഹെബ്രോനിൽ പാർത്തത് മമ്രയുടെ തോപ്പിൽ ആയിരുന്നു. മമ്രയുടെ തോപ്പിൽ. ശിനാർ രാജാവിൻ്റെ പേര്. ശിനാർ രാജാവിൻ്റെ പേര് അമ്രാഫൽ എന്നായിരുന്നു. സോവറിൻ്റെ മറുപേർ എന്ത്? സോവറിൻ്റെ മറുപേർ ബേല എന്നായിരുന്നു. എലാസാർ രാജാവിൻ്റെ പേര് എന്ത്? അരിയോക്ക് എന്നായിരുന്നു എലാസാർ രാജാവിൻ്റെ പേര്. പ്രവാചകൻ പുരോഹിതന് ദശാംശം കൊടുത്തു. പ്രവാചകനും പുരോഹിതനും ആര്? അബ്രഹാമും മൽക്കീസേദക്കും ആയിരുന്നു. ഏലാം രാജാവിൻ്റെ പേരെന്ത്? ഏലാം രാജാവിൻ്റെ പേര് കെദർ ലായോമർ എന്നായിരുന്നു. ജാതികളുടെ രാജാവ് ആര്? ജാതികളുടെ രാജാവ് തീദാൽ ആയിരുന്നു. സോദോം രാജാവിൻ്റെ പേര്. സോദോം രാജാവിൻ്റെ പേര് ബേര എന്നായിരുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ച എല്ലാവർക്കും നന്ദി. നമ്മൾക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗൊമേറ രാജാവിൻ്റെ പേരെന്ത്? ഗൊമേര രാജാവിൻ്റെ പേര് എന്ത്? രണ്ടാമത്തെ ചോദ്യം, ആത്മാ രാജാവിൻ്റെ പേരെന്ത്? ആത്മാ രാജാവിൻ്റെ പേരെന്ത്? അടുത്തത്, സബോയിം രാജാവ് ആര്? സബോയിം രാജാവ് ആര്? അടുത്തത്, ബേലായിലെ രാജാവ് ആരായിരുന്നു? ബേലായിലെ രാജാവ് ആരായിരുന്നു? ഉപ്പുകടലിൻ്റെ സ്ഥാനത്ത് പണ്ടുണ്ടായിരുന്ന താഴ്വര ഏത്? ഉപ്പുകടലിൻ്റെ സ്ഥാനത്ത് പണ്ടുണ്ടായിരുന്ന താഴ്വര ഏത്? അടുത്ത ചോദ്യം, 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് യുദ്ധത്തിനായി ഒത്തുകൂടിയ സ്ഥലം ഏത്? 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുമോട് യുദ്ധത്തിനായി ഒത്തുകൂടിയ സ്ഥലം ഏത്? അടുത്ത ചോദ്യം, കാദേശിൻ്റെ മറുപേര് എന്ത്? കാദേശിൻ്റെ മറുപേര് എന്ത്? അടുത്ത ചോദ്യം, കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്ന താഴ്വര ഏത്? കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്ന താഴ്വര ഏത്? അടുത്ത ചോദ്യം, കീൽക്കുഴിയിൽ വീണ രാജാക്കന്മാർ ആരെല്ലാം? കീൽക്കുഴിയിൽ വീണ രാജാക്കന്മാർ ആരെല്ലാം? അടുത്ത ചോദ്യം, അബ്രഹാമിനെ എബ്രായൻ എന്ന് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? റഫറൻസ് പറയാനാണ്. അബ്രഹാമിനെ എബ്രായൻ എന്ന്
ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? അബ്രഹാമിന് എത്ര അഭ്യാസികൾ ഉണ്ടായിരുന്നു? അബ്രഹാമിന് എത്ര അഭ്യാസികൾ ഉണ്ടായിരുന്നു? അടുത്ത ചോദ്യം, രാജതാഴ്വര എന്നറിയപ്പെടുന്ന താഴ്വര ഏത്? രാജതാഴ്വര എന്നറിയപ്പെടുന്ന താഴ്വര ഏത്? അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നത് ആര്? അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നത് ആര്? അടുത്ത ചോദ്യം, ആദ്യം ദർശനം കണ്ട വ്യക്തി ആര്? ആദ്യം ദർശനം കണ്ട വ്യക്തി ആര്? അടുത്ത ചോദ്യം, ആദ്യം യഹോവയ്ക്ക് ദശാംശം കൊടുത്തത് ആര്? ആദ്യം യഹോവയ്ക്ക് ദശാംശം കൊടുത്തത് ആര്? അടുത്ത ചോദ്യം, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ ശാലേം രാജാവ് ആര്? അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ ശാലേം രാജാവ് ആര്? അടുത്ത ചോദ്യം, അബ്രഹാമിൽ നിന്ന് വന്നവരിൽ സോദോം രാജാവിനോട് ഓഹരി പ്രാപിച്ചതാരെല്ലാം? അബ്രഹാമിനോട് കൂടെ വന്നവരിൽ സോദോം രാജാവിനോട് ഓഹരി പ്രാപിച്ചതാരെല്ലാം? അബ്രാം യഹോവെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്തത് ആരോട്? അബ്രാം യഹോവെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്തത് ആരോട്? അടുത്ത ചോദ്യം, അബ്രഹാമിൻ്റെ ദാസൻ ആര്? അബ്രഹാമിൻ്റെ ദാസൻ ആര്? അടുത്ത ചോദ്യം, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ആർക്ക്? അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ആർക്ക്? മനുഷ്യർ തമ്മിലുള്ള ആദ്യ ഉടമ്പടി ഏത്? മനുഷ്യർ തമ്മിലുള്ള ആദ്യ ഉടമ്പടി ഏത്? ഉടമ്പടി ഏത്? അബ്രഹാം എന്തിനെയാണ് ആട്ടിക്കളഞ്ഞത്? അബ്രഹാം എന്തിനെയാണ് ആട്ടിക്കളഞ്ഞത്? അടുത്ത ചോദ്യം, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഗാഠനിദ്ര വന്നത് ആർക്ക്? സൂര്യൻ അസ്തമിക്കുമ്പോൾ ഗാഠനിദ്ര വന്നത് ആർക്ക്? ഇന്നത്തെ ചോദ്യം കഴിഞ്ഞു. ഉത്തരങ്ങൾ അയയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.